പതിയെ കയ്യിലെടുക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. എന്ത് വേണ്ടത്? എന്തൊക്കെയോ ചെയ്യുക. എന്തെങ്കിലും ചെയ്യാനല്ലോ. ഞങ്ങള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. പുകയൊക്കെ പോകുന്നു അതിനകത്തൂടെ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയില്, ബട്ടർ, പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒനിയൻ, ജിഞ്ചർ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആൻഡ് ടൊമാറ്റോ. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് ആൻഡ് പച്ചമുളക്. എല്ലാവരും നേരണ്ടോ? ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒനിയൻ. നമുക്ക് ചെറിയുള്ളി കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ സവോള. സോറി ഗൈസ്, എനിക്ക് നമുക്ക് സവോള ഇടാം. ഞാനാണെങ്കിൽ മീൻകറിക്കൊക്കെ ചെറിയുള്ളി ഇടുന്നതുകൊണ്ട് ശ്രീജ ഭയങ്കര പഴഞ്ചനായിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിങ്ങനെ കത്തിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ഇടുവാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇടുക. ഞാൻ പറയുമ്പോൾ തക്കാളി മുറിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് സർവ് ചെയ്യാം. കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുരു വരാൻ നല്ല ഇല്ലടി, കുരു ഒന്നും വരത്തില്ലായിരിക്കും. നീ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കുരു വന്നില്ലെങ്കിൽ കുരു വരും. ഇത് നിനക്ക് നന്നായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം, നമുക്ക് ട്രൈ ഇല്ലേ. ഇനി പയ്യെ നമ്മള് പൊടികൾ എടുക്കണം. സോ ഇതിനകത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എന്തേലും വേണം? എരിവുള്ള മുളക് പൊടി കുറച്ച് മതി. കുറച്ചുകൂടി ഇട്ടോ. ഇനി നമുക്ക് കളർഫുൾ ആയിട്ടുള്ള മുളക് പൊടിയും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കാശ്മീരി പൗഡറും കൂടി ഇടുന്നുണ്ട്. എന്തുവാ? കാശ്മീരി പൗഡർ, പൗഡിങ്. കുറച്ചുകൂടി ഇട്ടോ, കളർ വേണ്ടേ? അങ്ങനെ കുറച്ചുകൂടെ കുറച്ചുകൂടെ മതി. നല്ല കളറ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏത് പൗഡറാ? ഇവളുണ്ട്. ഇനി ട്രൈപോഡ് വേണ്ടല്ലോ. ഇത് ഏതാടി പൗഡർ? ചിക്കൻ മസാല. ചിക്കൻ മസാല. ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഇനി ഇത് ഇത്ര ഇത് വേണം. ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മതി. ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടിടും. അതുകൊണ്ട് രണ്ടിടുന്നപ്പോൾ നമ്മൾ ഒന്നേ പറയുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പെപ്പർ. കുറച്ച് മതിയല്ലേ? പൗഡർ മതി. അത് നീ പറയരുത് കേട്ടോ, ഇനി അവിടെ എടുത്തിടുക. അത് നീ അവിടെ പോയി നിൽക്കണം. അങ്ങനെ ഇടണമെങ്കിൽ ഒന്നുകൂടി എടുക്കുന്ന. ഇനി അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഒന്നുമില്ല ഇടാൻ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല. ഓക്കെ, കുറച്ചുകൂടി ഇട്ടേ. മതി മതി. ഇല്ല, സോൾട്ട് ബാഗ് പിന്നെ ഷെഫ്, മാസ്റ്റർ ഷെഫ്. So we are gonna add some chicken in it. എന്തോ അല്ല, ചിക്കൻ ആഡ് ചെയ്യുക. വീഡിയോ എടുക്കണേ ഇപ്പൊ, ഇല്ലെങ്കിൽ കാണിച്ചിരുന്നു. ഇത് ഈ പാത്രം മുമ്പിൽ കൊണ്ടുവന്നത്. ഇത് ഇവിടെ എന്നെ കള്ളുകൂടിയനാക്കും. എനിക്ക് അടുത്ത് തന്നെ ഷാമ്പയിൻ കഴിക്കാനുള്ള ജീവൻ. ഏതാ വേണ്ടേ? ഗ്രേപ്പ്, സ്ട്രോബെറി, പ്ലം, ആപ്പിൾ. നല്ല ടേസ്റ്റ്. ഗ്രേപ്പ് ട്രൈ ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് കുറച്ച് പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ചിക്കനകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം വെച്ചിട്ട് വെന്തയാണ് ഇപ്പം. ഓൾമോസ്റ്റ് ഫുൾ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ റൈസ് ആഡ് ചെയ്യാൻ വേണ്ടി പോകാം.
നമ്മൾ ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് വെച്ചാൽ കാരണം നമ്മൾ റൈസ് ഇട്ട് ചിക്കൻ ബിരിയാണി എപ്പോഴും ഫ്ലോപ്പ് ആവാനുള്ളത് എനിക്ക് റൈസ് പായസമായിട്ടാണ് വരുന്നത്. അതിൽ നമ്മൾ റൈസ് ഓൾറെഡി പ്രീ കുക്ക്ഡാണ്. നമ്മളത് ചെയ്യും. ഇപ്പൊ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് അത് നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ കുറച്ച് ലെമൺ പിന്നെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് ചെയ്യാതിരിക്കും. ഇരിക്കട്ടെ. In the meantime, നമുക്ക് കുറച്ച് In the meantime, we are gonna make some cashew nut and kismis. കിസ്മിസ് ഇടണോ? No kismis, just the cashew nut because നമുക്ക് കിസ്മിസ് ഇഷ്ടമല്ല. കാണൊരു എസ്തറ്റിക് ലുക്കിന് വേണം കണ്ടോ നന്നായിട്ട്. ഇത് കണ്ടോ, ഒരാളോട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുക്കാൻ പറഞ്ഞു, അവളതങ്ങ് വെതറി, നിലത്ത് മുഴുവൻ വെതറി. ഇനി അവളത് പരിപ്പ് പെറുക്കി എടുക്കണം. ഇതിനിപ്പോ നമ്മൾ പുതിയ ക്യാഷ് നട്ടാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. നമുക്ക് വേറെ പാക്കറ്റ് ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഉറുമ്പ് കയറുന്നത് കൊണ്ട്. ഉറുമ്പ് എന്തായാലും കുഞ്ഞിരിക്കലാ മിഠായി പറഞ്ഞോട് എടുത്തേനെ. മാങ്കോ കഷ്ടപ്പെട്ടിരുന്ന മാംഗോ ബൈറ്റ് തിന്ന ഗ്ലെൻസി. കുറച്ച് നമ്മള് അതിനകത്തേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കാഷ്യൂവും കിസ്മിസും എടുത്തിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ ചിക്കൻ ബിരിയാണി നമുക്ക് ഒന്നിനും ആരുടെ വിളിക്കത്തുണ്ടായിരുന്നു മൈക്രോവേവിനകത്ത് പറഞ്ഞപ്പം ഇങ്ങനെ എണ്ണ അവരെ പാത്രം മറ്റേ നമ്മുടെ ഇത് നമ്മൾ കോണം അങ്ങനെ ചെയ്യുന്നത് അത് മൊത്തം കുടിക്കാം ഓയിലും കൂടെ സ്പ്രെഡായി കിടക്കാനുള്ള അത്യാഗ്രഹത്തിൽ. എനിക്കങ്ങോട്ട് കാണാനുള്ള കളർ ഓൾറെഡി പുഴയായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയും. നീ വരുവാന്നോ? അങ്ങ് വന്നേക്ക്. നീ വഴക്കാണ്. ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഗസ്റ്റ് എന്ന് സ്വന്തമായിട്ട് അവകാശപ്പെടുന്ന ഒരു വ്യക്തി. അയ്യോ ഇല്ല, ഞങ്ങൾ ബീച്ചിനെ പിടിച്ച് കയറി വന്നതാ. അത് ആ ചിക്കൻ കറിക്കകത്തിട്ടായിരുന്നു. ഇറച്ചിയൊക്കെ നന്നായിട്ടുണ്ട്. കുറച്ച് വിട്ടാൽ മതി. എനിക്ക് ഒരുപാട് ഇറച്ചി വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. എനിക്ക് ഇത്തിരി തരുന്നുള്ളൂ, പേടിക്കണ്ട. നമുക്ക് ബൗളൊന്നും ഇല്ലാത്ത നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പഠിക്കാനുള്ളൊരു ബോധം വേണം. 12 മണിക്ക് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല.